ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓസോൺ പാളിയെയും അതിനുണ്ടാകുന്ന ശോഷണങ്ങളെയും പറ്റിയാണ്. ഓസോൺ പാളി നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ഓസോൺ പാളിയെപ്പറ്റി നിങ്ങൾക്കറിയാം? നിങ്ങൾക്കറിയാത്ത വിവരങ്ങൾ ഞാനൊരു വീഡിയോയിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചു നോക്കുക. ഈ വീഡിയോയിലൂടെ ഓസോൺ പാളിയുടെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാകും. ഓസോൺ പാളി ഭൂമിക്ക് ഒരു കുടയായി നിൽക്കുന്ന പാളിയാണ്. ഭൂമിയുടെ സംരക്ഷണ പാളിയെന്നും വേറൊരു തലത്തിൽ പറയാം. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാത്ത തരത്തിലുള്ള രശ്മികളെ ഓസോൺ പാളി തടയുന്നു. അതുവഴി അത് ഭൂമിയിലേക്ക് കടക്കാതെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുകയാണ് ഓസോൺ പാളി ചെയ്യുന്നത്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 5 ലെയറുകളാണുള്ളത്. അതിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? 2 ആറ്റങ്ങൾ ചേർന്ന ഡയോറ്റോമിക തന്മാത്രയാണല്ലോ ഓക്സിജൻ. അങ്ങനെയെങ്കിൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു ത്രയോറ്റോമിക തന്മാത്രയാണ് ഓസോൺ. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. ഇനി നമുക്ക് അന്തരീക്ഷ പാളികളെ പറ്റി നോക്കിയാലോ? വീഡിയോയിൽ കാണിച്ചതുപോലെ അന്തരീക്ഷത്തിന് 5 പാളികളാണ് പ്രധാനമായും ഉള്ളത്. ഒന്നാമത്തെ പാളി ട്രോപ്പോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൗമോപരിതലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. നമ്മുടെ ഓക്സിജൻ മോളിക്യൂളുകൾ ചേർന്ന് ഓസോൺ തന്മാത്രയുണ്ടാകുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അതിനാൽ ഓസോൺ കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. മൂന്നാമത്തെ പാളിയായ മീസോസ്ഫിയർ താപനില ഏറ്റവും കുറവുള്ള പാളിയാണ്. ഇത് സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ടുമുകളിൽ കാണപ്പെടുന്നു. നാലാമത്തെ പാളിയായ തെർമോസ്ഫിയർ. സൂര്യൻ്റെ ചൂട് മൂലം ഈ പാളിയുടെ താപനില വളരെ കൂടുതലാണ്. ഏറ്റവും അവസാന പാളിയായ എക്സോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ അടുത്ത പാളിയാണ്. ബഹിരാകാശത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ പാളിയാണ് ഏറ്റവും അകലെയായി കാണപ്പെടുന്നത്. വീഡിയോയിൽ കണ്ടതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യം കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഓക്സിജൻ മോളിക്യൂളിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഓക്സിജൻ മോളിക്യൂൾ അൾട്രാവയലറ്റ് രശ്മികളെ സ്വീകരിച്ച് വിഘടിച്ച് ഓക്സിജൻ ആറ്റങ്ങളായി മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ വീണ്ടും ഓക്സിജൻ തന്മാത്രകളുമായി ചേർന്ന് ഓസോൺ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഓസോണിൻ്റെ ഫോമേഷൻ അല്ലെങ്കിൽ ഓസോണിൻ്റെ ഉൽപ്പാദനമെന്ന് പറയുന്നത്. ഓസോണിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഈ ഓസോൺ പാളിക്കുണ്ടാകുന്ന ശോഷണങ്ങളെ പറ്റിയാണ് അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓസോൺ പാളിക്ക് എങ്ങനെയാണ് ശോഷണം സംഭവിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തം ശ്രദ്ധിച്ചോ. അവയെ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നാണ് പറയുന്നത്. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ചുണ്ടാകുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. ഇത് ഓക്സിജൻ ചാക്രിക പ്രവർത്തനത്തെ അസന്തുലിതമാക്കി മാറ്റുന്നു. ഇനി അടുത്ത ചിത്രം ശ്രദ്ധിക്കൂ. എവിടെ നിന്നാണ് ഈ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്? വനനശീകരണം മൂലം ധാരാളം അളവിൽ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ പുറംതള്ളപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാതകങ്ങളിലൂടെയും ഫ്രിഡ്ജ്, AC മുതലായവയിൽ നിന്നുള്ള പുകയിലൂടെയും ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അന്തരീക്ഷത്തിൽ സ്വതന്ത്രമാകുന്നുണ്ട്. നമ്മുടെ ഭൂമിക്ക് ഒരു കുടയായി നിൽക്കുന്ന ഈ ഓസോണിനെ സംരക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അതിനാൽ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായും ബോധവൽക്കരണത്തിനുമായും സെപ്റ്റംബർ 16-ാം തീയതി അന്താരാഷ്ട്ര ഓസോൺ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നു. ഓസോണിനെ പറ്റിയും ഓസോൺ പാളിയുടെ ശോഷണത്തെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ.